മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സൂപ്പർ ബാക്ടീരിയ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെയ്യാറുള്ളത്, അസുഖം വരുന്നു, ഡോക്ടറെ കാണിക്കുന്നു, ആൻറ്റിബയോട്ടിക്സ് എഴുതുന്നു, നാം കുടിക്കുന്നു, 1-2 ദിവസം കൊണ്ട് അസുഖം മാറുന്നു, മരുന്ന് നിർത്തുന്നു. ഇതേ രോഗലക്ഷണം വീണ്ടും വരുന്നു, സ്വാഭാവികമായിട്ടും ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ കയ്യിൽ പഴയ ലിസ്റ്റ് ഉണ്ട്. ഇതിൽ നിന്ന് ആൻറ്റിബയോട്ടിക്സ് വീണ്ടും വാങ്ങിക്കുന്നു, 1-2 ദിവസം കുടിക്കുന്നു, അസുഖം മാറുന്നു. ഇതൊരു സൈക്കിളായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിനുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്സ് കംപ്ലീറ്റ് കഴിക്കണമെന്ന് പറയേണ്ട കാരണം. എന്താണ് ആൻറ്റിബയോട്ടിക്സ് കംപ്ലീറ്റ് കഴിക്കില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം? ഇതിൽ അസുഖം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അണുക്കൾ ശരീരത്തിലോട്ട് കയറുന്നതാണ്. ഈ സമയത്ത് നാം ആൻറ്റിബയോട്ടിക് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബാക്ടീരിയയെ ആക്രമിക്കാൻ തുടങ്ങി നാം കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്. ഉദാഹരണത്തിന്, നാം ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മെ ആക്രമിക്കാൻ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ജോലി ചെയ്യുകയാണോ ചെയ്യില്ല, അതോ ഈ പറയുന്ന രീതിയിലേക്ക് തന്നെ ആക്രമിക്കാൻ വന്ന ആളുകളെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യാറുള്ളത്? സ്വാഭാവികമായിട്ടും തടഞ്ഞു നിർത്തുകയായിരിക്കും ചെയ്യൽ. ഇതേപോലെ തന്നെ ബാക്ടീരിയകൾ ചെയ്യും. ബാക്ടീരിയ ഒരു ജോലി ചെയ്യുകയാണ്, അത് നമ്മെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യുകയാണ്. പക്ഷേ ബാക്ടീരിയയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് നാം കഴിക്കുന്നതോട് കൂടിയിട്ട് ബാക്ടീരിയകൾ എന്ത് ചെയ്യും? അവരുടെ ജോലി നിർത്തിവെക്കും. അവരുടെ ജോലി പിന്നെ എന്തായിരിക്കും? അവരുടെ ശരീരം പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ അവരുടെ കോശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഷെല്ല്, ഒരു കവർ രൂപപ്പെടുത്തിയിട്ട് ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്കുകളുടെ എഫക്റ്റ് ഉണ്ടാകാത്ത രീതിയിലേക്ക് അവർ പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കാം. അതായത് ഈ എഫക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യം എന്തായിരിക്കും? അസുഖം മാറും. കാരണം എന്താ? ബാക്ടീരിയകളുടെ ആക്രമണം അവിടെ ഇല്ല. അപ്പോൾ അസുഖം മാറി, നാം ഗുളിക നിർത്തി. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവാറുള്ളത്. ഗുളിക നിർത്തി കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റേജ് ഉള്ളിൽ നടക്കുന്നത്? ബാക്ടീരിയകൾ മനസ്സിലാക്കുന്നത് ഈ ആൻറ്റിബയോട്ടിക് വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ആളെ ഞാൻ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് ആര് മനസ്സിലാക്കി? അതായത് നമ്മളൊരു അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞ വ്യക്തിയെ പ്രതിരോധിച്ച് അദ്ദേഹം തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തി വീണ്ടും വന്നു കഴിഞ്ഞാൽ നാം എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത്